ഞങ്ങള് ഈ ബസ് വ്യവസായത്തിന്റെ പ്രയാസങ്ങള് ഈ ഗതാഗത മന്ത്രിയോട് പലതവണ ഞങ്ങൾ സംസാരിച്ചിരുന്നത്. ഇദ്ദേഹം ബഹുമാനായ ഗണേഷ് കുമാർ ഇതിന്റെ ഗതാഗത വകുപ്പിന്റെ ചാർജ് ഏറ്റെടുക്കുന്നതിന് മുമ്പ് ആന്റണി രാജു അവർക്ക് മന്ത്രിയായിരുന്ന കാലത്ത് ഞങ്ങൾ സമര നോട്ടീസ് കൊടുത്തിരുന്നു. അന്ന് ഞങ്ങളുടെ ആവശ്യപ്പെട്ടിരുന്ന ഈ 140 കിലോമീറ്ററിന്റെ കാര്യവും ലിമിറ്റഡ് സ്റ്റോപ്പുകളുടെ കാര്യവും വിദ്യാർത്ഥികളുടെ കൺസെഷന്റെ കാര്യത്തെ കുറിച്ചൊക്കെ ഞങ്ങൾ സമരം നടത്തി. ഞങ്ങള് ചർച്ചയ്ക്ക് വിളിച്ച് ആ 2023 ഡിസംബറിൽ ഞങ്ങൾ സമരം നടത്തി. 24 ഞങ്ങൾ 23 ജനുവരിയിൽ ഞങ്ങൾ ചർച്ചയ്ക്ക് വിളിച്ച് 24 ജനുവരിയിൽ ഞങ്ങൾ ചർച്ചയ്ക്ക് വിളിച്ച് ഞങ്ങളുടെ കാര്യത്തിൽ 15 ദിവസത്തിനകം തീരുമാനം ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞ ഇടയിലാണ് ബഹുമാനപ്പെട്ട ഗതാഗത മന്ത്രി മാറിയത്, ആന്റണി സാർ മാറിയത്. അതിനുശേഷം ഞങ്ങൾ നിരന്തരമായി ഈ ഗതാഗത വകുപ്പ് മന്ത്രിയോട് പലതവണ ചർച്ച നടത്തിയിരുന്നു. ഞങ്ങള് സംസ്ഥാന സർവീസ് നടത്തിയിരുന്ന 40-50 ലക്ഷം രൂപ വില വരുന്ന 300ഓളം സ്വകാര്യ ബസ്സുകളുടെ പെർമിറ്റുകൾ ഏകപക്ഷീയമായി സർക്കാർ പുതുക്കി നൽകാതിരിക്കുക. ഈ ബസ്സുകൾ ഈ ബസ്സും കൊണ്ട് ഈ ബസ് ഉടമ എവിടേക്ക് പോകണമെന്ന് ഈ ഗവൺമെന്റ് പറയുന്നില്ല. ഇതിപ്പോ ഗണേഷ് കുമാർ സാർ എടുത്ത തീരുമാനമൊന്നുമില്ല, അതിന് മുമ്പത്തെ ഗവൺമെന്റ് എടുത്ത നോട്ടിഫിക്കേഷനാണ്. ഈ നോട്ടിഫിക്കേഷൻ ഞങ്ങൾക്ക് കോടതിയിലടക്കം ഞങ്ങൾക്ക് അനുകൂലമായിട്ട് വിധി കിട്ടിയിട്ടും ഞങ്ങളുടെ ബസ്സുകളുടെ പെർമിറ്റുകൾ പുതുക്കി നൽകുന്നില്ല. ഞങ്ങൾ ലിമിറ്റഡ് സ്റ്റോപ്പ് ബസ്സുകൾക്ക് CF എടുക്കാൻ പോകുമ്പോൾ ഞങ്ങൾക്ക് ഏത് പെയിന്റ് അടിക്കണമെന്ന് പോലും പറയാൻ പറ്റാത്ത സ്ഥിതിയാണ് ഇപ്പൊ നിലവിലുള്ളത്. അപ്പൊ ഞങ്ങൾ ഈ വിഷയം പലതവണ ഗതാഗത വകുപ്പ് മന്ത്രിയുടെ ചർച്ച ചെയ്തിരുന്നു. പക്ഷെ ഞാനിപ്പോ ഗതാഗത വകുപ്പ് മന്ത്രിയുടെ വാർത്താ സമ്മേളനത്തിന്റെ മാധ്യമങ്ങളുടെ ലിസ്റ്റ് കണ്ടു. അദ്ദേഹം സ്വകാര്യ ബസ്സുകൾ നമ്മൾ ചർച്ച ചെയ്യാൻ, വിദ്യാർത്ഥികൾക്ക് യാത്ര ചെയ്യാൻ ആപ്പ് ഉണ്ടാക്കി തരാം എന്നൊക്കെ പറയുന്ന ഒരു നടപടിയാക്കട്ടെ. ഞങ്ങളുടെ ആവശ്യം ആപ്പിലല്ല. ഞങ്ങളുടെ ബസ്സുകൾ കയറുന്ന വിദ്യാർത്ഥികളുടെ യാത്രാ നിരക്കിൽ 2011 നിശ്ചയിച്ച 1 രൂപ എന്നുള്ളത് മാറ്റി 2025 ആയിട്ടും ഇപ്പോഴും ആ 1 രൂപയ്ക്ക് തന്നെ വിദ്യാർത്ഥികളെ കൊണ്ടുപോകുന്ന പറയുന്ന ഒരു മാറ്റം വരണമെന്നാണ് ഞങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം. ഞങ്ങൾക്കൊരു ആപ്പ് തന്നതുകൊണ്ട് ഞങ്ങളുടെ വിഷയം തീരില്ല. KSRTCക്ക് ആപ്പ് കൊടുത്തു പറഞ്ഞ KSRTCക്ക് ഓരോ വർഷവും ഗവൺമെന്റ് കോടിക്കണക്കിന് രൂപയുടെ സാമ്പത്തിക സഹായം നൽകുന്ന സ്വകാര്യ ബസ്സുകൾക്ക് നയാ പൈസ വിദ്യാർത്ഥികളെ കയറ്റി കൊണ്ടുപോകുന്നതിന്റെ പേര് പറഞ്ഞ് നയാ പൈസയുടെ സാമ്പത്തിക ആനുകൂല്യം കേരളത്തിലെ സ്വകാര്യ ബസ്സുകൾ നമുക്ക് നൽകുന്നില്ല. പിന്നെ അതുപോലെ തന്നെ നേരത്തെ ഞങ്ങളുടെ PCC കുറിച്ച് ബഹുമാനപ്പെട്ട ഗതാഗത വകുപ്പ് മന്ത്രിയുടെ വാർത്താ സമ്മേളനത്തിലൊന്നും പറഞ്ഞില്ല. ട്രാൻസ്പോർട്ട് കമ്മീഷൻ ചർച്ച നടത്തുന്നതാണ് ഞങ്ങൾ കണ്ടത്. ബഹുമാനപ്പെട്ട ട്രാൻസ്പോർട്ട് കമ്മീഷൻ ചർച്ചയ്ക്കും ബഹുമാനപ്പെട്ട ഗതാഗത മന്ത്രിയുടെ ചർച്ചയും ഞങ്ങൾ സ്വാഗതം ചെയ്യാണ്. ഞങ്ങൾക്ക് അനുകൂലമായ ഒരു തീരുമാനം ഉണ്ടാകാത്ത സാഹചര്യം വന്നാൽ ഞങ്ങൾ ബസ്സുകൾ മുൻകൂട്ടി മുന്നിലേക്ക് കൊണ്ടുപോകാൻ കഴിയില്ല എന്ന് വരെ ഞങ്ങൾ ഗതാഗത മന്ത്രി അറിയിച്ചിട്ടുണ്ട്. ഞങ്ങൾ 26-ാം തീയതി അദ്ദേഹത്തിന് നോട്ടീസ് കൊടുത്തിരുന്നതാണ്. ചർച്ചയുണ്ടാവും തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ഈ സമരം ഞങ്ങളുടെ യാത്രക്കാരായിട്ടുള്ള കസ്റ്റമേഴ്സാണ്. ബസ്സുകൾ നിർത്താൻ ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് ഒരു കാരണവശാലും ഒരു ദിവസം പോലും ഈ ബസ്സുകൾ നിർത്താൻ ഞങ്ങൾക്ക് താല്പര്യമില്ല. ഗവൺമെന്റിന്റെ അനുകൂലമായിട്ടുള്ള തീരുമാനങ്ങൾ ഗവൺമെന്റിന്റെ ഭാഗത്തുണ്ടെങ്കിൽ ചർച്ചയിൽ ഞങ്ങൾക്ക് പ്രതീക്ഷയുണ്ട്. ഈ ചർച്ചകൾക്ക് അടിസ്ഥാനത്തിലായിരിക്കും ഞങ്ങൾ ഭാവി പരിപാടികൾ തീരുമാനിക്കുക. ശ്രീ ഗോപിനാഥൻ, ഈ ഒരുപാട് സ്ഥലങ്ങൾ, അതായത് ഉള്ളിലോട്ടുള്ള പ്രദേശങ്ങളിലൊക്കെ തന്നെ അവരുടെ പ്രധാനപ്പെട്ട ഒരു ആശ്രയം തന്നെ ഈ പ്രൈവറ്റ് ബസ്സുകളാണ്. KSRTC ഒന്നുമില്ലാത്ത പ്രദേശങ്ങൾ ഒത്തിരിയുണ്ട്. അവിടെ എല്ലാം തന്നെ സ്കൂൾ വിദ്യാർത്ഥികളടക്കം ജോലിക്ക് പോകുന്നവരെല്ലാം തന്നെ പ്രധാനമായിട്ടും ആശ്രയിക്കുന്നത് സ്വകാര്യ ബസ്സുകളെ തന്നെയാണ്. എന്നിട്ടും നിങ്ങളോട് സർക്കാരിന്റെ ഭാഗത്തു നിന്ന് നിങ്ങളുടെ ആവശ്യങ്ങളൊക്കെ തന്നെ ചോദിക്കുമ്പോഴും അതിനെക്കുറിച്ചൊക്കെ ഒരുപാട് ചർച്ചകൾ നടന്നിട്ടുണ്ട്. ഈ ചർച്ചയിലൊക്കെ എങ്ങനെയായിരുന്നു മന്ത്രിയുടെ ഭാഗത്തു നിന്നുള്ളൊരു സമീപനം ഉണ്ടായിരുന്നത്? അതന്നെയല്ലേ ഞങ്ങൾ പറയുന്നത്. ഞങ്ങൾ ഈ നമ്മുടെ നാട്ടിലെ ജനജീവിതത്തിലെ പ്രത്യേകിച്ച് സാധാരണക്കാരന്റെ യാത്രാ സൗകര്യങ്ങൾ, പ്രത്യേകിച്ച് ഈ ചെറിയ ഗ്രാമപ്രാന്തങ്ങളിൽ അകത്തൊക്കെ സർവീസ് നടത്തുന്ന സ്വകാര്യ ബസ്സുകൾക്ക് അർഹമായിട്ടുള്ള പരിഗണന ഞങ്ങൾക്ക് ഗവൺമെന്റിന്റെ ഭാഗത്ത് കാലങ്ങളായിട്ട് ലഭിക്കുന്നില്ല. ഞങ്ങൾ ഗവൺമെന്റിനോട് പറയുമ്പോൾ ഗവൺമെന്റ് പരിഗണിക്കാം, ആലോചിക്കാം എന്ന് പറയുന്നതല്ലാതെ ഞാൻ പറഞ്ഞില്ല, ഞങ്ങൾ വർഷങ്ങളായിട്ട് ഓടുന്ന ബസ്സുകളുടെ പെർമിറ്റ് പുതുക്കി തരുന്നില്ല, വിദ്യാർത്ഥികളെ യാത്രാ നിരക്ക് വർദ്ധിപ്പിക്കുന്നില്ല. ഞങ്ങളുടെ PCC വേണം, തൊഴിലാളികൾക്ക് ജോലി ചെയ്യണമെങ്കിൽ PCC വേണം എന്നതല്ല, ഇത്തരം വലിയ വലിയ ബാധ്യതകൾ ഞങ്ങൾ അടിച്ചേൽപ്പിക്കുക. നിങ്ങൾക്ക് മനസ്സിലായിട്ട് ഇവിടെ സ്വകാര്യ ബസ്സുകളിലെ ഡ്രൈവർമാര് ഉറങ്ങുന്നത് കണ്ടുപിടിക്കാൻ ഫാറ്റിഗോ ഡിറ്റക്ഷൻ ക്യാമറ 30,000 രൂപയിലുള്ള ഫാറ്റിഗോ ഡിറ്റക്ഷൻ ക്യാമറ വെക്കണം അപ്പൊ ഞങ്ങളോട് പറയുന്നത്. അപ്പൊ ഞങ്ങളോട് സഹകരിക്കാനല്ല, ഞങ്ങളുടെ മേലിൽ കൂടുതൽ സാമ്പത്തിക ബാധ്യത അടിച്ചേൽപ്പിക്കാണ് സർക്കാർ ചെയ്യുന്നത്. സർക്കാർ ഞങ്ങൾ ചെയ്യുന്ന സേവനങ്ങൾക്ക് ഒരു വലിയ നൽകുന്നില്ല. സർക്കാരിന്റെ നയാ പൈസയുടെ സാമ്പത്തിക ബാധ്യത ഇല്ലാതെ സർക്കാർ പറയുന്ന നിരക്കിൽ യാത്രക്കാരെയും വിദ്യാർത്ഥികളെയും കൊണ്ടുപോകുന്നവരാണ് ഞങ്ങൾ. KSRTC സർക്കാർ കോടിക്കണക്കിന് രൂപയുടെ ആനുകൂല്യങ്ങളാണ് നൽകുന്നത്. ഒരു ദിവസം 5 കോടി രൂപയാണ് KSRTCക്ക് ഈ സർക്കാർ പോലും നൽകുന്നത് എന്നാണ് കണക്കുകൾ നമുക്ക് പരിശോധിക്കും മനസ്സിലാവുന്നത്. അതുകൊണ്ട് ഈ സ്വകാര്യ ബസ്സുകളെ സംരക്ഷിക്കാൻ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തുനിന്ന് അടിയന്തരമായ ഇടപെടൽ ഉണ്ടാവണം. ഗണേഷ് കുമാർ ബഹുമാനപ്പെട്ട ഗതാഗത മന്ത്രിയോട് ഞങ്ങൾ ഈ വിഷയം പലതവണ ചർച്ച ചെയ്തിട്ടുള്ളതാണ്. പരിശോധിക്കാം, പരിഗണിക്കാം എന്ന് പറയല്ലാതെ അനുകൂലമായിട്ടുള്ള ഒരു തീരുമാനം ഇതുവരെ ഉണ്ടായിട്ടില്ല.
സ്റ്റേറ്റിൽ അദ്ദേഹം ആകെ പറയുന്ന ഒരു കാര്യം വിദ്യാർത്ഥികളുടെ യാത്രാ സൗകര്യത്തിൽ KSRTC പോലെ ആപ്പ് ഉണ്ടാക്കാമെന്നാണ് അദ്ദേഹം പറയുന്നത്. അതുകൊണ്ട് ഞങ്ങളുടെ വിഷയങ്ങൾ തീരുന്നില്ല. കേവലം ഒരു വിദ്യാർത്ഥികളുടെ കൺസെഷൻ കാർഡ് വിതരണത്തിൽ ഒരു ആപ്പ് സമ്പ്രദായം നടപ്പിലാക്കിയോണ്ട് ഞങ്ങളുടെ പ്രശ്നം തീരില്ലല്ലോ. ഞങ്ങൾ ഇവിടെ നാഷണലൈസ്ഡ് റൂട്ടുകളിൽ മാത്രമാണ് KSRTC വിദ്യാർത്ഥികൾക്ക് കൺസെഷൻ കൊടുക്കുന്നത്. ഈ മലബാർ ഏരിയയിലൊക്കെ വിദ്യാർത്ഥികൾക്ക് കൺസെഷൻ കൊടുക്കുന്നത് ഞങ്ങളാ. ഈ 20 ലക്ഷത്തോളം അതിലധികം വിദ്യാർത്ഥികളെ ഒരു ദിവസം ഞങ്ങൾ സ്വകാര്യ ബസ്സുകളിൽ കയറ്റി കൊണ്ടുപോകുന്നവരാ. അതുകൊണ്ട് ഞങ്ങൾക്ക് വെറും കേവലം വിദ്യാർത്ഥികളുടെ കൺസെഷനിൽ ഒരു നിയന്ത്രണം ഏർപ്പെടുത്തുക അല്ല ഞങ്ങളുടെ ആവശ്യം. ഞങ്ങളുടെ ഇവിടെ നമ്മുടെ സംസ്ഥാനത്ത് സ്വകാര്യ ബസ്സുകൾ കയറുന്ന വിദ്യാർത്ഥികളുടെ യാത്രാ നിരക്ക് വർദ്ധിപ്പിക്കണമെന്ന് 2002 ജസ്റ്റിസ് രാമേന്ദ്രൻ കൊടുത്ത റിപ്പോർട്ട് പ്രകാരം ഇത് 50% കടന്നും 5 രൂപയാക്കണമെന്നും അടിവരായിട്ട് പറഞ്ഞിരിക്കുക. ഇതിലെ ഈ 18 വയസ്സ് കഴിഞ്ഞവർക്ക് കൺസെഷൻ കൊടുക്കേണ്ടതില്ലെന്ന് അദ്ദേഹം പറയുന്നത്. ഇവിടെ BPL പരിധിയിലുള്ളവർക്ക് മാത്രമേ കൺസെഷൻ കൊടുക്കേണ്ടതുള്ളൂ എന്ന് അദ്ദേഹം പറയുന്നത്. അപ്പൊ അദ്ദേഹം ഈ വ്യവസായത്തിന്റെ തകർച്ചയ്ക്ക് 30,000 ബസ് ഉണ്ടായിരുന്നത് 8,000-ൽ എത്താനുള്ള കാരണം ഈ വ്യവസായത്തിൽ വിദ്യാർത്ഥികൾക്ക് കൊടുക്കുന്ന കൺസെഷൻ സമ്പ്രദായമാണ്. അവർക്ക് ഡീസൽ അടിക്കാനുള്ള പണം ലഭിക്കുന്നില്ല, അവർക്ക് തൊഴിലാളികൾക്ക് ശമ്പളം കൊടുക്കാനുള്ള പണം ലഭിക്കുന്നില്ല, അവർക്ക് അറ്റകുറ്റപ്പണികൾക്ക് നടത്താനുള്ള പണം ലഭിക്കുന്നില്ല. അതുകൊണ്ട് വിദ്യാർത്ഥികളുടെ യാത്രാ നിരക്കിൽ മഹാഭൂരിപക്ഷം വരുന്ന യാത്രക്കാരായ വിദ്യാർത്ഥികളുടെ യാത്രാ നിരക്കിൽ കാലോചിതമായ വർധനവില്ലെങ്കിൽ ഈ വ്യവസായം എന്നേക്കുമായി ഇല്ലാതെയാവും. ഇവിടെ സ്വകാര്യ വാഹനങ്ങളും പരിപോഷിപ്പിക്കാൻ വേണ്ടിയുള്ള ഒരു നീക്കമായിട്ട് തന്നെ സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള ഈ ഒരു നടപടിയെ നമുക്ക് നോക്കിക്കാണാം. മനസ്സിലായില്ല. KSRTC പരിപോഷിപ്പിക്കാൻ വേണ്ടിയാണ് സ്വകാര്യ ബസ്സുകളെ അടിച്ചമർത്തുന്നത്. അതായത് സ്വകാര്യ ബസ്സുകൾക്ക് പറയുന്ന നിയമങ്ങളൊന്നും തന്നെ അല്ല KSRTC സംബന്ധിച്ചിടത്തോളം പറയുന്നത്. ഞാൻ പറയട്ടെ, ഇവര് പറയുന്ന ഈ സ്വകാര്യ ബസ്സുകളെ പരിപോഷിക്കുക എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മുടെ ധനകാര്യമന്ത്രി കഴിഞ്ഞ ബഡ്ജറ്റിൽ അവതരിപ്പിച്ച കണക്കിൽ 6,865 കോടി രൂപയാണ് KSRTCക്ക് ഈ ഗവൺമെന്റ് അധികാരത്തിൽ വന്ന ശേഷം കൊടുത്തു എന്നാ പറയുന്നത്. അപ്പൊ ഇതിനെ പരിപോഷിക്കുമ്പോ 14,000, 13,500, 14,000 രൂപയും ഒരു ദിവസം KSRTCക്ക് കൊടുത്തിട്ടാണ് ഇവര് സർവീസ് നടത്തുന്നത്. ഇവരെങ്ങനെ പരിപോഷിച്ചാലും ഈ KSRTC ഞങ്ങൾ ചെയ്യുന്ന സേവനത്തിന്റെ അടുത്തെത്തുമോ? ഞങ്ങൾ ചെയ്യുന്ന സേവനങ്ങളും KSRTC സേവനങ്ങളും നിങ്ങൾ പരിശോധിക്കുന്നത് 15 വർഷം കഴിഞ്ഞ KSRTC ബസ്സുകൾ ഒഴിവാക്കണമെന്ന് RC ക്യാൻസൽ ചെയ്ത കേന്ദ്ര സർക്കാരിന്റെ നിയമം നിൽക്കുമ്പോൾ ഇവിടെ KSRTC സർവീസ് നടത്തുക. ഞങ്ങളിവിടെ പുതിയ ബസ്സുകളുമായി സർവീസ് നടത്തുന്ന ഞങ്ങളുടെ ബസ്സുകളുടെ പെർമിറ്റ് സർക്കാർ ഏറ്റെടുത്തിരിക്കുക. അപ്പൊ ഞങ്ങൾക്ക് പറയാനുള്ള KSRTCയെ പരിപോഷിച്ചുകൊണ്ട് അത് എത്രത്തോളം അതിന് ഗുണകരമാവും. യാത്രക്കാരിൽ നിന്ന് ഞങ്ങൾ ഈടാക്കുന്നതിനേക്കാൾ 30-40% യാത്രാക്കൂലിയാണ് KSRTC ഈടാക്കുന്നത്. അവര് സൂപ്പർ എന്നൊക്കെ പറഞ്ഞ് അത്തരം വാഹനങ്ങളിൽ വിദ്യാർത്ഥികൾക്ക് കൺസെഷൻ പോലും അനുവദിക്കുന്നില്ല. അപ്പൊ KSRTCയെ പരിപോഷിക്കുന്നതിന് വേണ്ടിയിട്ട് സർക്കാർ നടത്തുമ്പോൾ ഇവിടെ സർക്കാരിന് ഒരു സാമ്പത്തിക ബാധ്യതയില്ലാത്ത സ്വകാര്യ ബസ്സുകളോട് സംരക്ഷിക്കാൻ ഞങ്ങൾക്ക് ഇതിന് വേറെ മന്ത്രിയൊന്നുമില്ലല്ലോ. ഞങ്ങളുടെ മന്ത്രി ബഹുമാനപ്പെട്ട ഗണേഷ് കുമാർ സാർ തന്നെയാണ്. അപ്പൊ ഗണേഷ് കുമാർ സാർ KSRTCയുടെ പരിപോഷണം മാത്രം നടത്തിയാൽ പോരാ, സാധാരണ ജനങ്ങൾക്ക് സൗകര്യപ്രദമായി യാത്ര ചെയ്യാൻ ഉപയോഗിക്കുന്ന സ്വകാര്യ ബസ്സുകളുടെ സംരക്ഷണം കൂടി, പൊതുഗതാഗതത്തിന് നട്ടെല്ലാണ് ഇവിടുത്തെ സ്വകാര്യ ബസ്സുകൾ. അപ്പൊ ഈ സ്വകാര്യ ബസ്സുകളെ സംരക്ഷിക്കുന്നതിന് കൂടി അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് ഉത്തരവാദിത്വത്തോടെ തീരുമാനം ഉണ്ടാവണം. അതാണ് ഞങ്ങൾക്ക് മന്ത്രിയോട് പറയാനുള്ള ഞങ്ങളുടെ ഏക നിർദ്ദേശം. അതുകൊണ്ട് ബഹുമാനപ്പെട്ട മന്ത്രി ഞങ്ങളുടെ മന്ത്രി കൂടിയായി പരിഗണിച്ചുകൊണ്ട് ഞങ്ങളുടെ കാര്യങ്ങളിൽ ഒരു തീരുമാനം ഉണ്ടാക്കി തരണം എന്നാണ് ഞങ്ങൾ ഈ സമരം കൊണ്ട് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. ബഹുമാനപ്പെട്ട മന്ത്രിയുടെ ഭാഗത്തുനിന്ന് അനുകൂലമായ തീരുമാനം ഉണ്ടാവുന്നതാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ചർച്ചയെ ഞങ്ങൾ സ്വാഗതം ചെയ്യണം. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ Zee മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.